കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തു. എറണാകുളം കുറുമശ്ശേരി സ്വദേശി മധു മോഹനാണ് മരിച്ചത്. കുറുമശ്ശേരി കേരള ബാങ്കിൽ നിന്ന് 21 ലക്ഷം രൂപ ലോണായി എടുത്തിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് നിരന്തരമായ ജപ്തി ഭീഷണി ഉണ്ടായി എന്ന് കുടുംബം ആരോപിക്കുന്നു. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽ, ജപ്തി ഭീഷണിക്ക് പിന്നാലെ ജീവനൊടുക്കി എന്നാണ് പറയുന്നത്. എന്താണ് കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ബാങ്കിന്റെ വിശദീകരണം എന്താണ് അമൽ? മധു മോഹനൻ 46 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണത്തിലാണ്, ആത്മഹത്യയിലാണ് ഇപ്പോൾ കുടുംബം ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കേരള ബാങ്കിൽ നിന്ന് ഇദ്ദേഹം 21 ലക്ഷം രൂപ വർഷങ്ങൾക്ക് മുമ്പ് ലോൺ എടുത്തിരുന്നു. അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു ഈ ലോൺ എടുത്തിരുന്നത്. പിന്നീട് ഗൾഫിൽ നിന്ന് തിരിച്ചു വരികയും കൊറോണ കാലമൊക്കെ ആയ സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് 37 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞ് കേരള ബാങ്കിന്റെ ഭാഗത്തു നിന്ന്, അതായത് കുറുമശ്ശേരി ബാങ്കിലെ കേരള ബാങ്കിന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായി എന്നാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. അതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തെ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ ആത്മഹത്യ ഉണ്ടായത് എന്നൊരു ആരോപണവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു മരണത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെയും ജനപ്രതിനിധികളുടെയും അടക്കം ആവശ്യം ഉയരുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് 11 മണിയോടുകൂടി ആലുവ NSS സെമിത്തേരിയിൽ നടക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഏതായാലും ഇദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബം ഇപ്പോൾ നമ്മളോട് ഈ ഒരു വിഷയത്തിൽ കുറെ കൂടി തുടർ നടപടികൾ എന്താണ് എന്നതിനെക്കുറിച്ച് അല്പസമയത്തിനുള്ളിൽ പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ മരണത്തിൽ ബാങ്കിന് പങ്കുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് ഒരു പ്രേരണയായത് അല്ലെങ്കിൽ ഒരു കാരണമായത് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമാണ് എന്നാണ് കുടുംബത്തിന്റെ ശക്തമായ ആരോപണം. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഹരിയുമായൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം എല്ലാം പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു ഭീമമായ ലോൺ, അതായത് കുടുംബത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം എടുത്താണ്, വീട് വെക്കാൻ വേണ്ടി എടുത്ത ഒരു ലോണാണ്. ഈ ലോൺ തിരിച്ചടയ്ക്കുവാൻ വേണ്ടി ബാങ്കിന്റെ ഭാഗത്തുനിന്ന് നിരന്തരമായിട്ടുള്ള സമ്മർദ്ദമാണ് ഉണ്ടായത്. ഈ ബാങ്കിന്റേതായ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ കൂടി ഇങ്ങനെ സാവകാശം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ, പ്രതിസന്ധി ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഘട്ടത്തിലൊക്കെ ഒരു സാവകാശം അനുവദിക്കുക എന്നുള്ളതൊക്കെ ഒരു മനുഷ്യത്വപരമായി സ്വീകരിക്കുന്ന സമീപനമാണ്. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നാണോ അമൽ? ഇപ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ പറയുന്നത് 15 ദിവസത്തെ ഒരു ഇടവേള കുടുംബം ചോദിച്ചിരുന്നു. പക്ഷേ അതിന് പോലും ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായില്ല. പലതരം തവണയായിട്ട് ഇവർ സാവകാശങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ബാങ്കിന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം തുടരുകയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ കുടുംബത്തിന്റെയും മധുമോഹന്റെയും ഒക്കെ സുഹൃത്തുക്കളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ആരോപണം ഉയരുന്നത്. ഏതായാലും ബാങ്കിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഇതുവരെയും ഈ വിഷയത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. തുടർ മണിക്കൂറുകളിൽ കുറെ കൂടി വിശദമായിട്ടുള്ള ഒരു വിശദീകരണം ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഒരു ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ചും ജനപ്രതിനിധികളടക്കം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വിശദമായിട്ടുള്ള ഒരു അന്വേഷണം, പോലീസ് അന്വേഷണം തന്നെ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ടിക്കെ. ശരി, അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തു എന്നാണ് പരാതി. സാവകാശം അടക്കം ചോദിച്ചിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ബാങ്കിനോട് സാവകാശം ചോദിച്ചെങ്കിലും അത് നൽകിയില്ല എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ ഉയർത്തുന്ന പരാതി.